നിന്നെ കാണാണ്ടായപ്പോ ഞങ്ങളങ്ങിരുന്നു. ഒരു പാത്രം ഇങ്ങെടുക്കുമാലു. അവള് കുളിക്കുക. കൊച്ചൂട്ടൻ വന്നിരുന്നു. സ്വർണ്ണം എടുക്കാൻ എന്ന് ചെല്ലൂന്നറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവൻ പറഞ്ഞു വിട്ടതാ. ബുധനാഴ്ചന്ന് പറഞ്ഞു ഞാൻ. ബുധനാഴ്ച എടുത്തൂടെ? ഓ, എന്ന് വേണമെങ്കിലും എടുക്കാം. ചൊവ്വാഴ്ച കാശെടുക്കല്ലേ? എന്താ ശോഭേ? ശോഭേ, എന്താ പറ്റിയതാവോ? മനം പുരട്ടിയും തോന്നുന്നു. മനസ്സിൽ പിടിക്കാതെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, നീ എവിടെ ഇരിക്കെ, ഞാൻ നോക്കിക്കോളാം. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. ഒരു വിളർച്ചയും ഒരു അലസതയും. വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്കേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, നിനക്ക് മനസ്സിലായില്ലേ? കുടുംബത്തെ അംഗസംഖ്യ കൂടാൻ പോണു. ഇത്തിരി വെള്ളം കൂടി കുടിക്കേ. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ ഇനിയും ഛർദിക്കും. ഛർദിച്ചോട്ടെ. വേണ്ടെങ്കിൽ കുടിക്കണ്ട, വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല.